ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ അഗെയിൻ. മുമ്പേ ശ്രീജിത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു രാഷ്ട്രീയ കേരളത്തിൽ ഏത് തരത്തിലുള്ള ഒരു ചലനമാണ് ഇ.പിയുടെ ഈ പുസ്തകം സൃഷ്ടിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ തന്നെ DC ബുക്സ് പോലെ ഒരു പ്രസാധകർ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചതുപോലെ ആകാശത്ത് നിന്ന് ആത്മകഥ ഉണ്ടാക്കുമോ എന്ന ചോദ്യവും പ്രസക്തമായി നിൽക്കുകയല്ലേ? ക്രിസ്റ്റീന, ഗുഡ് ആഫ്റ്റർനൂൺ. തീർച്ചയായും അത്തരമൊരു ചോദ്യമാണ് ഇ.പി. ജയരാജൻ്റെ ആത്മകഥ പുറത്തു വരുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പതിറ്റാണ്ടുകളായി കേരളത്തിലെ പുസ്തക പ്രസാധന രംഗത്തുള്ള സ്ഥാപനമാണ് DC ബുക്സ്. കേരളത്തിലെ ഏറ്റവും പ്രീമിയറായ സ്ഥാപനമെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവർക്ക് ശൂന്യതയിൽ നിന്ന് അവർ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ആത്മകഥയല്ല അവർ പ്രസിദ്ധീകരിക്കാൻ പുറപ്പെട്ടതും അതിൻ്റെ വിശദഭാഗങ്ങൾ പുറത്തു വന്നതും. അതുകൊണ്ട് തന്നെ ഇ.പി. ജയരാജൻ ഉന്നയിച്ച കാര്യങ്ങൾ വസ്തുതാപരമാണോ എന്ന് സംശയം ന്യായമായി വരാം. എന്നാൽ ഇത് വിവാദമായപ്പോൾ അത് വന്ന ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് ഇ.പി. ജയരാജൻ അതിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അതിന് മറ്റൊരു തലത്തിലേക്ക് വരുന്നത്. ഇ.പി. ജയരാജൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി അടുപ്പമുള്ളവരോടും മറ്റും പറയുന്ന കാര്യങ്ങളാണ് എന്നതും യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. ഇ.പി. ജയരാജൻ പറയുന്നത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് താൻ പങ്കെടുക്കാത്ത സെക്രട്ടറി യോഗത്തിലായിരുന്നു എന്നാണ്. അതായത് ഒരു സംസ്ഥാന കമ്മിറ്റിക്ക് തൊട്ട് മുന്നോടിയായി നടന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനം എടുത്തത്. ആ യോഗത്തിൽ ഇ.പി. പങ്കെടുത്തിരുന്നു. എന്നാൽ ആ യോഗത്തിൽ മാത്രമല്ല, അതിന് മുമ്പുള്ളൊരു യോഗത്തിലും തനിക്കെതിരെ ഇത്തരമൊരു നീക്കം നടന്നു എന്നാണ് ഇ.പി. ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നീട് ഈ സംസ്ഥാന കമ്മിറ്റി, ഈ സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശം അംഗീകരിക്കേണ്ട സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇ.പി. വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അദ്ദേഹം സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. എന്നാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് മുഖ്യമന്ത്രി MV ഗോവിന്ദനെയും ഇ.പി. ജയരാജനെയും ഒരുമിച്ചിരുത്തിയുള്ള ഒരു ചർച്ചയിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മറ്റന്നാൾ നടക്കുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ.പി. പങ്കെടുക്കാനിരിക്കുകയായിരുന്നു. അദ്ദേഹം നാളെ തിരുവനന്തപുരത്ത് എത്താനുള്ള ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ പുസ്തകം പെട്ടെന്ന് ഈ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തു വരുന്നത്. അത് ഇ.പിയുടെ തുടർ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തോട് അടുപ്പമുള്ളവരും അത് അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ താൻ എഴുതിയതല്ല, താൻ പറഞ്ഞതല്ല എന്ന ഒരു എബൌട്ട് ടേൺ അടിക്കാനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CPMൻ്റെ ആഭ്യന്തര സംഘടനാ രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രതികരണമാണ് ഇ.പി. നടത്തിയത്. അത് പാർട്ടിക്കകത്ത് വലിയ തോതിൽ ചർച്ചയാകും.